പഞ്ചാബിലെ വാഗ അട്ടാരി ബോർഡർ, പാകിസ്ഥാനും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലം. ആ അട്ടാരിയിലെ ഒരു അതിർത്തി ഗ്രാമത്തിലേക്ക് ഒരു സന്ധ്യാസമയത്ത് ഞാൻ പ്രവേശിക്കുകയാണ്. വളരെ സുന്ദരമായ ഗ്രാമം, ചുറ്റിനും കൃഷിസ്ഥലങ്ങൾ മാത്രം, വീടുകൾ വളരെ കുറവാണ്. നമ്മുടെയൊക്കെ നാടിൻ്റെ അതിർത്തി എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത മറ്റൊരു ഗ്രാമം. ഈ ഗ്രാമത്തിൻ്റെ അതിർത്തി പാകിസ്ഥാൻ എന്ന മറ്റൊരു രാജ്യമാണ്. അതും നമ്മുടെ രാജ്യമായ ഇന്ത്യ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ളൊരു രാജ്യം. പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് യുദ്ധസമാനമായ അന്തരീക്ഷത്തിലൂടെയാണ് ഈ നാടും നാട്ടുകാരും കടന്നുപോയത്. വഴിയരികിൽ കണ്ട കനാലിൻ്റെ കരയിലൂടെ കുറേ ദൂരം യാത്ര ചെയ്ത് നമ്മളൊരു സ്ഥലത്ത് ചെന്നെത്തി. അവിടെ പാടത്തിൻ്റെ നടുക്കായിട്ട് ഒരു വീട് കണ്ടു. ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലൊക്കെ കാണുന്ന കളങ്ങളില്ലേ, അതുപോലെയാണ്. ചുറ്റിനും മതിലൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ നടുക്കൊരു കൊച്ചു വീടും കൃഷിസ്ഥലങ്ങളും പണിയായുധങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളുമായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ഈ വീട്ടിലെ ഈ ചേട്ടനെ ഞങ്ങൾ കണ്ടുമുട്ടി. എനിക്ക് പഞ്ചാബി സംസാരിക്കാൻ അറിയത്തില്ല, പക്ഷേ എൻ്റെ കൂടെ എൻ്റെ കസിൻ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, അവർക്ക് പഞ്ചാബി അറിയാം. അതുകൊണ്ട് അവർ പഞ്ചാബിയിൽ ഇദ്ദേഹത്തോട് സംസാരിച്ചു. ഈ നാടിനെ പറ്റിയും ഇവിടുത്തെ ജീവിത രീതിയെപ്പറ്റിയും ഈ യുദ്ധസമയത്ത് ഇവരുടെയൊക്കെ ജീവിത അവസ്ഥ എന്തായിരുന്നു ഒക്കെ അറിയാൻ നമുക്കെല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടായിരുന്നല്ലേ. അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണെന്ന് കേട്ട് നോക്കൂ. ਸਾਡੇ ਉਦਾਂ ਕੋਠੇ ਤੇ ਸਟੇਟ ਗਨਾਂ ਲਗਾਈਆਂ ਸੀ ਉਹਨਾਂ ਨੇ, ਮਤਲਬ ਅੱਛਾ ਸਟੇਟ ਗਨਾਂ ਲਗਾਈ ਸੀ। ਹਾਂਜੀ, ਬਾਕੀ ਇਦਾਂ ਦੀ ਕੋਈ ਗੱਲ ਨਹੀਂ ਸੀ। ਅੱਛਾ ਅੱਛਾ, ਤਾਰਾਂ ਵੈਸੇ ਕਿੱਧਰ ਅੱਗੇ ਆ? ਹੋਰ ਹਾਂਜੀ, ਇੱਥੇ 2 ਕਿਲੋਮੀਟਰ ਆ ਅੱਗੇ, ਸਿੱਧਾ ਹੀ ਸਿੱਧਾ ਹੀ। ਅੱਛਾ, ਇਹ ਰਾਹ ਜੇ ਅਸੀਂ ਸਿੱਧਾ ਫੜ ਲਈਏ ਤਾਂ? ਹਾਂਜੀ ਹਾਂਜੀ, ਆਪਣੇ ਵੈਸੇ ਇੱਥੇ ਗੱਡੀ ਨਹੀਂ ਜਾਂਦੀ, ਉਹ ਉਧਰ ਦੀ ਆ। ਆਪਣੇ ਪਿੰਡ 'ਚ ਵੈਸੇ ਕਿੰਨੀ ਹੋਏਗੀ ਪੋਪੂਲੇਸ਼ਨ ਵਗੈਰਾ ਇੱਥੇ? ਇਹਨਾਂ ਮੈਂ ਪਹਿਲਾਂ ਵੀ ਸਾਈਪ੍ਰੈਸ ਗਿਆ ਹੈ ਨਾ, ਉੱਥੇ ਥੋੜਾ ਗਿਆ ਆਇਆ ਸੀ। ਇੱਥੇ ਹੋ ਗਿਆ ਸਾਲ ਹੋ ਗਿਆ ਮੈਨੂੰ ਇੱਥੇ ਆਇਆ ਨੂੰ। ਹਾਂਜੀ, ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ ഫാമിലിയായിട്ട് തന്നെ കൃഷിയും ബിസിനസ്സും ഒക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. ഈ ചേട്ടൻ കാനഡയിലൊക്കെ പോയി പഠിച്ചിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഗ്രാമത്തിൽ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നത്. ഏക്കർ കണക്കിന് കൃഷിഭൂമി സ്വന്തമായിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഈ ഗ്രാമത്തിലൊക്കെ മുഴുവൻ ഇന്ത്യൻ ആർമി വന്നിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ ഈ ഒറ്റപ്പെട്ട വീടുകളുടെയൊക്കെ മുകളിൽ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ട് നിരീക്ഷണ സംവിധാനമൊക്കെ ശക്തിപ്പെടുത്തിയിരുന്നു എന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത്. അദ്ദേഹത്തിനോട് കുറച്ചധികം നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്കിറങ്ങി. ആ കനാൽ കരയിലൂടെ കുറച്ച് ദൂരം നേരെ സഞ്ചരിച്ചു. ഗ്രാമം വിജനമാണ്, ഒരൊറ്റ മനുഷ്യനെ പോലും കാണാനില്ല, വാഹനങ്ങൾ കാണാനില്ല, എങ്ങും നിശബ്ദത മാത്രം. ആ കനാൽക്കരയിലൂടെ അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ഒരു ചെക്ക് ഡാം കണ്ടു. ഇവിടുത്തെ ഈ കൃഷിസ്ഥലങ്ങളിലേക്ക് വേണ്ടുന്ന വെള്ളം മുഴുവൻ ഈ കനാലുകൾ വഴിയാണ് കൊണ്ടുപോകുന്നത്. ഈ ചെക്ക് ഡാമിൻ്റെ കരയിൽ തന്നെ ഈ ഡാമിൻ്റെ കാവൽക്കാരനായിട്ടൊരു ചേട്ടനെ കണ്ടു. അദ്ദേഹത്തോട് കുറേ നേരം സംസാരിച്ചു. അദ്ദേഹം ഈ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. कोई गलबात नहीं हुई साहब? सब ठीक है, मतलब इन्ने साल तो कोई एक्सपीरियंस वगैरह नहीं? कोई गलबात कोई मतलब ਤੁਹਾਨੂੰ ਇਦਾਂ ਲੱਗੇ ਕੋਈ ਆਰਮੀ ਦੇ ਵਿੱਚ ਦੋਨੋਂ ਜਿਵੇਂ ਇੰਡੀਆ ਪਾਕਿਸਤਾਨ ਨਾ ਨਾ ਕੋਈ ਗੱਲ ਨਹੀਂ। ਕੋਈ ਗੱਲ ਨਹੀਂ ਹੋਈ ਨਾ? ਮਤਲਬ ਇੱਥੇ ਕੋਈ ਮਤਲਬ ਜਿਵੇਂ ਗੋਲੀਆਂ ਦੀ ਆਵਾਜ਼ਾਂ? ਨਹੀਂ ਕੋਈ ਗੱਲ, ਕੋਈ ਇਦਾਂ ਨਹੀਂ ਆਉਂਦੀ? നേരം കുറേ വൈകി, എങ്കിലും ഈ ഗ്രാമത്തിൽ നല്ല വെളിച്ചമുണ്ട്. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട് കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.